ഇന്ന് 2025 ഓഗസ്റ്റ് 17 ഞായറാഴ്ച, അതായത് മലയാള മാസം ചിങ്ങം 1 ആട്ടോ. കൊല്ലവർഷം ആരംഭമാണ്. അപ്പം ഞാനും ചേച്ചിയും കൂടെ പാമ്പുമേക്കാട്ട് മന വരെ പോവാണ്. അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഏകദേശം മഴയൊക്കെ ഒന്ന് മാറി. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറ്റി. ഇപ്പോൾ നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഴ കാരണം പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട്. പാമ്പുമേക്കാട്ട് മന വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെ വടമ എന്ന സ്ഥലത്താണ്. കേരളത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ നാഗാരാധന കേന്ദ്രമാണ് പാമ്പുമേക്കാട്ട് മന. ഇതാണ് മനയിലേക്ക് പ്രവേശിക്കുന്ന കൂറ്റൻ കവാടം. മുകളിൽ ശിവലിംഗവും നിറയെ നാഗരൂപങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നിറയെ നാഗരൂപങ്ങളൊക്കെ നമുക്ക് മതിലിലും ഇവിടെ കിണറിന് ചുറ്റും ഒരു നാഗം നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് മനയുടെ 2 നിലയിലുള്ള പടിപ്പുര മാളിക. ഈ മനയ്ക്ക് ചുറ്റും 5 കാവുകളുണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും പ്രധാനം തെക്കേ കാവിനാണെന്നാണ് പറയപ്പെടുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പല പല ദേശങ്ങളിലെ കാവുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന നാഗങ്ങളെല്ലാം പ്രതിഷ്ഠിക്കുന്നത് ഈ കാവിലാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം വൃശ്ചികം 1 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മനയുടെ അകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്ന ദിവസങ്ങൾ. മിഥുനം, കർക്കിടകം, ചിങ്ങം ഒഴിച്ചു വരുന്ന എല്ലാ മലയാള മാസം 1 കന്നിമാസത്തിൽ ആയില്യം, മീനമാസത്തിൽ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങളും മേടം 10 കർക്കിടകത്തിലെ അവസാന ദിവസവും എല്ലാ ഭക്തജനങ്ങൾക്കും അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. മനയ്ക്കുള്ളിൽ കിഴക്കിനിയിൽ നാഗരാജാവായ വാസുകിയും നാഗേക്ഷിയും കുടികൊള്ളുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനകത്തേക്ക് മനയിലെ അംഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ കേട്ടോ. അകത്ത് പ്രാചീന കാലത്ത് കത്തിച്ചു വെച്ചൊരു വിളക്ക് ഉണ്ട്. അത് ഇപ്പോഴും കെടാവിളക്കായിട്ട് അവിടെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ ദിവസവും രാവിലെ വിളക്ക് കത്തിച്ച് പൂജയും അവിടെ ഉണ്ടാവും. അതിൽ നിന്ന് എടുക്കുന്ന എണ്ണയും കെടാവിളക്കിൽ നിന്ന് എടുക്കുന്ന എണ്ണയുമാണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത്. ഈ ത്വക്ക് രോഗങ്ങൾക്കും സർപ്പസംബന്ധമായ രോഗങ്ങൾക്കും ഉത്തമമായ ഔഷധമാണ് ഈ എണ്ണ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്നതൊക്കെയാണ് ഇവിടെ പ്രധാന വഴിപാടുകൾ. ഇന്ന് നല്ല തിരക്കായിരുന്നു. 1 ആയത് കാരണം കേട്ടോ. അതേ ഇപ്പം പ്രസാദം വാങ്ങിക്കാനുള്ള ക്യൂ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഞങ്ങളിന്ന് ക്യൂവിലൊക്കെ നിന്നു. ഇവിടുന്ന് പ്രസാദം തന്നെ, ഇവിടുന്ന് തന്നെ കണ്ട എണ്ണ. ഇത് നമ്മൾ കൈ നക്കാതെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ട്, നമ്മൾ എണ്ണ തരുമ്പോൾ അത് നാക്കൊണ്ട് നക്കരുത്, നമ്മൾ വായിലേക്ക് ഒഴിക്കണം. അതാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കണ്ട വായിലേക്ക് ഒഴിച്ചാൽ മതി, നക്കാൻ പാടില്ല. അത് കഴിഞ്ഞത് ഇവിടെ നല്ല അവിടുത്തെ നിവേദ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഇവിടെ ക്യൂവിൽ നിന്നൊരു പാത്രം കിട്ടും നമുക്ക്. ഇവിടുന്ന് കണ്ട അവിടുത്തെ നിവേദ്യം, അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഈ കാണുന്നത് അച്ചാറാട്ടോ. ശരിക്കും ഇത് ഒഴിക്കുന്നത് കണ്ട നാരങ്ങയുടെ അച്ചാറാണിത്. ഇത് വെള്ളം പോലെ ആക്കിയിട്ട് ഇപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സംഭവം കിടിലും ടേസ്റ്റ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കഴിക്കാനിട്ടാ. പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞത് ഈ വഴി പിന്നെ പുറത്തോട്ട് തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാണ്. നമ്മൾ വീണ്ടും കവാടത്തിന് മുമ്പിലെത്തി. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വ്ലോഗ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ.